വെക്കല്ല. അപ്പൊ ഈ വീഡിയോ എല്ലാരും കണ്ടിനെന്ന് വിചാരിക്കുന്നു അല്ലെ? ഉപയോഗിക്കുകയായിരുന്നു അതോ വിൽപ്പന നടത്തുന്നവരാണോ? വിൽപ്പനയിലെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 14 ദിവസം. പിന്നെ എന്താന്ന് വെച്ചാല് ഒന്നിക്കിൽ എന്റെ പേരിൽ കേസെടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നൊന്നും അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ പേരിലൊരു കേസോ കാര്യങ്ങളോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ജയിലിലാണ്, ഞാൻ അവിടെയാണ് ഇവിടെയാണ്, അങ്ങനെയാന്ന് ഇങ്ങനെയാന്നൊക്കെ. ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത്, എന്നെ പോലീസുകാരും പിടിച്ചിട്ടില്ല, ഒന്നും പിടിച്ചിട്ടില്ല. പിന്നെ ആ ഫോട്ടോ വന്നത് അവര് കരുതിക്കൂട്ടി ഒറ്റ കൊടുത്തിട്ട് ഇട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് അത് ഇടിപ്പിച്ചതാണെന്നും പല ന്യൂസ് ചാനലിൽ വന്നത് നല്ല കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് എന്താ വെച്ചാല് എനിക്ക് വെച്ചാല് ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന്റെ മുന്നിലും എനിക്ക് ആരെ ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല, മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പല ന്യൂസ് ചാനലിൽ വന്നിട്ട് എനിക്കറിയില്ല, എന്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അറിയാത്ത ഒരാൾക്കാരും ഇല്ല. എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട്, എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അപ്പൊ എന്തുകൊണ്ട് എന്നെ എന്തുകൊണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്തില്ല? MDMയുമായി പിടിച്ച ഒരാളെ 14 ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട് എന്റെ പേരിൽ കേസെടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരെ വിചാരം? ഓക്കെ ഫൈൻ, ഞാൻ ഈ സത്യം അറിയുന്നത് വരെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കും. ഇതിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇതിന്റെ ബാക്കിലൊക്കെ നടക്കും. അതിനിപ്പോ എന്തെന്നെ വന്നാലും എന്തിനായിക്കോട്ടെ ഇതിന്റെ ബാക്കിൽ നടക്കും. എക്സൈസുകാരായിക്കോട്ടെ, ഈ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ഇവർ ആരാണോ തെറ്റുകാരി, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത്? റൂം ലോഡ്ജ് എന്ന് പറയാം, അതൊന്നല്ല, ധർമ്മശാലയിലുള്ള ഒരു പൊളാരിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പറശ്ശിനിക്കടവുള്ള ഒരു റൂമാണത്. ആ റൂമിന്റെ പേര് പോലും പറയാൻ ഇവർക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് ഫുൾ CCTV അവിടെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. എന്തിനാ ഓഫാക്കിയത്? അവര് വന്ന് എക്സൈസുകാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്ന് പറഞ്ഞത്. അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല. എന്നെ ജയിലിലോ കാര്യങ്ങളോ കൊണ്ടുപോയ എന്റെ ഭാഗത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറെ ഭാഗം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നെ ഇതാക്കാത്തത്, ഒന്നും നിൽക്കാത്ത. പക്ഷെ ഇവർക്ക് പരമാവധി വേണ്ടെന്നാ എന്നെ ആൾക്കാരെ മുന്നേ നാറ്റിക്കാം, ഇതാക്ക ഫോട്ടോസ് ഇട്ട് കളിക്കാം. ഓക്കെ ഫൈൻ, എനിക്ക് ഒരു കുഴപ്പമില്ല. അവരെത്രത്തോളം കളിക്കുന്നു അത്രത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പറയാൻ ഞാൻ വന്നത്. എന്റെ കമന്റിൽ വന്നിട്ട് ആരും ഞാൻ ജയിലിലാണോ അതോ വേറെ എവിടെയിലാണോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ.